10-23 ഒരാൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഒരു പെണ്ണ് ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിന് മുന്നിലായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വേണ്ട എനിക്ക് മുഖം മറിക്കണ്ട, ഒരാവശ്യമില്ല. എന്തിന് ഇല്ല. നാടിനെ നടുക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഈ പൊന്നു പെൺകുട്ടി പറയുന്നത് നിങ്ങൾ മൊത്തത്തിൽ കേൾക്കണം, ഞാൻ വെച്ചു തരാം. ചില വൃത്തികെട്ട നായ്ക്കള് പെൺകുട്ടികളെ, നമ്മുടെ മലയാളികളായ പൊന്നുമക്കളെ കൊണ്ടുപോവുകയാണ് ദുബായിലേക്ക്. ഡ്രസ്സിന്റെ ഷോപ്പിലാണ് നിനക്ക് പണി, അല്ലെങ്കിൽ നിനക്ക് ക്ലീനിങ്ങിന്റെ പണിയാണ്, ആ പണിയാണ്, ഈ പണിയാണെന്ന് പറഞ്ഞിട്ട് പൊന്നു പെൺകുട്ടികളെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവിടെ കണ്ട ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് വലിയ മാഫിയയാണ്. ഒരു പക്ഷേ എനിക്ക് ഭീഷണി വരും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട്, എന്നെ തീർക്കാൻ നോക്കും. ഞാൻ പേടിക്കത്തൊന്നുമില്ല പൊന്നു പ്രേക്ഷകരെ. ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ കാണണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലേ നാലാളിലേക്ക് വീഡിയോ എത്തപ്പെടും. ഇനി ആരും ഇങ്ങനെ പറ്റിക്കപ്പെടരുത്, അതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഒരു പെൺകുട്ടി പറയുന്നത് കേൾക്കാം. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ദിവസം 23 പേരാണ് ഈ പൊന്നു പെൺകുട്ടിയെ. എന്തൊന്നാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ഈ ഒരു പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഒന്നൊന്നായിട്ട് കേൾക്കാം. എന്നോട് ആദ്യമേ പറഞ്ഞു എൻ്റെ മുഖം ഒന്നും മറയ്ക്കണ്ട. ഞാൻ പറഞ്ഞു നാളെ സമൂഹത്തെ അഭിമുഖീകരിക്കുള്ളതാണെന്ന് പറയുമ്പോഴും അതൊക്കെ വളരെ കൂളായിട്ട് നേരിട്ടൊരു സ്ത്രീയാണ്. കാരണം ഇത് ലോകം അറിയണം, ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഗൾഫിൽ കുടിയും കിടപ്പുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും പറഞ്ഞു, ശരി, ആ തൻ്റെ ഇടത്തോടെ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി നമ്മൾ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ തൻ്റെ ഇടത്തോടെ വെളിപ്പെടുത്താൻ പോവുകയാണ് അല്ലേ ആ ഞെട്ടിക്ക് സത്യം. ഒരു മുഖം മറയ്ക്കണ്ട, ഒന്നും വേണ്ട. നാളെ സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒന്നുമില്ല. ഞാൻ എന്നെ എങ്ങനെ വിലയിരുത്തുന്നു മാത്രം ഞാൻ ചിന്തിക്കുന്നത്. സമൂഹം അല്ലല്ലോ എന്നെ വിലയിരുത്തുന്നത്. സമൂഹം നല്ല രീതിയിലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ എനിക്ക് വരത്തില്ല. അപ്പൊ എന്തായാലും നമ്മൾ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി എന്താണ് അവിടുത്തെ പലപ്പോഴും നമുക്ക് അറിയത്തില്ല അവിടെ എന്താ സംഭവിക്കുന്നുള്ളൂ. അത് അഞ്ചു തുറന്നു പറയാൻ പോവുകയാണ് അല്ലേ? എനിക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും, അതിനുവേണ്ട എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ഞാൻ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എന്താണ് ഇതിനകത്തൊക്കെ പിന്നുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞും പഠിച്ചും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എനിക്ക് നേരെ ആരും ഒന്നും പറഞ്ഞാൽ അത് എങ്ങനെ നേരിടാനുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഒരു കമന്റിന്റെ പുറത്ത് പോലും ഞാൻ ഒരിക്കലും തളരാൻ പോകത്തില്ല. അല്ലെങ്കിൽ അത് നിങ്ങളിപ്പോൾ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ ഇതിന് എത്രമാത്രം എന്നെ കൊണ്ട് നാളെ ഒരുപാട് പേര് ആ കണ്ണോടെ കാണും, ഒരിക്കലും ഇല്ല. ഓക്കെ, ബാക്കി വെച്ച് തരാം. അതായത് ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണ് ഞങ്ങൾ വെക്കുന്നത്. അവൾ തന്നെ പറയുന്നുണ്ട് എന്റെ ഫേസ് കാണിക്കൂ എന്ന്. പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും ഇനി ക്ലിയറായി കൃത്യമായിട്ട് കാണണം. മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുമെന്നല്ല, ഞാൻ സ്വയം വില കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ചെറിയ പ്രായത്തില് ഈ ഒരു സെക്സ് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നുള്ളതാ അല്ലേ? ഒരു ശരിക്കും പറഞ്ഞാൽ കേട്ടുകേൾവി ഇല്ലാത്ത സംഭവമാണ്. എന്താണ് സംഭവം ചുരുക്കി പറ. ഇവിടെ ആരാണ് രഞ്ജുനെ അവിടെയൊക്കെ കൊണ്ടുവന്നത്, ഗൾഫിലേക്ക് കൊണ്ടുവന്നത്? താരയാണ്, ഒരു സ്ത്രീയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആണെന്നൊക്കെയാ പറഞ്ഞത്. ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ മതി. അപ്പൊ അവളെ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്രയും അങ്ങോട്ട് ചിന്തിച്ചെടുക്കാനുള്ള കഴിവില്ലായിരുന്നു സെക്സിന്റെ ആണെന്നുള്ള കാര്യം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, രഞ്ജുവിന്റെ ഇവിടുത്തെ ജീവിതം വളരെ കഷ്ടമാണോ? വളരെ കഷ്ടം. ഞാനിവിടെ മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അത് കഴിഞ്ഞ് അവള് പോയി കഴിഞ്ഞ 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ ആ സെക്സ് ട്രാക്കിന്റെ രീതിയിലല്ല ഞാൻ പോയത്. ഒരു എൻ്റെ ഉണ്ടായ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. അവര് എനിക്ക് അവിടെ ഒരു ഓഫർ ട്രൈ ചെയ്തു വന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ചെന്നിട്ടും ഞാൻ എൻ്റെതായ നേരായ വഴിക്ക് പോയിട്ടും എനിക്ക് അവിടെ ചെന്നപ്പോൾ അനുഭവപ്പെട്ടത് ഈ സെക്സ് റാക്കറ്റിലാണ് പെടുന്നത്. ഓക്കെ, ബാക്കി വെച്ച് തരാം. പാവം പെൺകുട്ടിയല്ലേ, നല്ല പണി കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് പോയത്. കൊണ്ടുപോയ ഏത് വൃത്തികെട്ടവനാണെങ്കിലും അവനെ ശിക്ഷ കൊടുക്കണം. അത് നമുക്ക് ചർച്ച ചെയ്യാം, ബാക്കിയും കൂടി കേൾക്കാം. ആയുർവേദം ഞാൻ ആദ്യമായിട്ട് ഇത് അറിയുന്ന വെച്ചാൽ അമൃത ആയുർവേദ കോളേജ്, അതൊക്കെയാണ്. എൻ്റെ അമ്മായിയമ്മ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള അറിവ് എനിക്കുള്ളൂ. അപ്പൊ അതിന്റെ മറവിൽ അവര് സെക്സ് 100 ദറംസ് വെച്ച് വാങ്ങിച്ചിട്ട് അകത്ത് കയറിയിട്ട് സെക്സ് അവർ ആവശ്യപ്പെടുന്നത്. അത് മലയാളികൾ ഏറ്റവും കൂടുതൽ മലയാളികളാണ്. അതും എനിക്കറിയാവുന്നതും എൻ്റെ പരിചയം ഒരുപാട് ആൾക്കാരും, അത് വീടിൻ്റെ അടുത്തുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ കരുതി എന്നെ രക്ഷിക്കും, എന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ. പക്ഷെ ശരിക്കും പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം, ഫോണൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അണ്ടറിലായിരുന്നതല്ല. എങ്ങനെ രക്ഷപ്പെടണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് പെൺകുട്ടിയല്ല, ഞാൻ ഇങ്ങനെയല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? എന്നിട്ട് മനസ്സാക്ഷിയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു എന്നെ അവിടുന്ന് മാറ്റി ഒരു നല്ല സേഫായ സ്ഥലത്ത് നിർത്തുകയും എന്നിട്ട് അവിടുന്ന് എന്നെ വന്ന് ഓരോ ആൾക്കാർ
പിന്തുടർന്ന് പുറകിൽ വന്ന് അവർക്കും പേടിയായിപ്പോയി. കാര്യം ഇത് നടത്തുന്ന ആൾക്കാർക്കും പേടിയായിപ്പോയി. ഏത് രാജ്യത്ത് ചെന്നത്? ഞാൻ ദുബായിലാണ്. ദുബായിൽ ഇത് സർവത്രിയാണല്ലേ? ദുബായ് ദൈറയിലാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ദൈറ മാത്രമല്ല, അവിടെ അജ്മാൻ, ഷാർജയിൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല, അജ്മാൻ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സ്പായുടെ മറവിലും അതുപോലെ ഫ്ലാറ്റുകളിലും ഒക്കെയാണ്. ഫ്ലാറ്റുകൾ ഇങ്ങനെ ഫാമിലി താമസിക്കുന്ന രീതി താമസിച്ചിട്ട് ഫ്ലാറ്റുകളിൽ ഇങ്ങനെ റൂമൊക്കെ എടുത്തിട്ട് അവിടെ ആണുങ്ങളെ വിളിച്ചു വരുത്തി. അത് കൂടുതൽ വരുന്ന മലയാളികളാണ് വരുന്നത്. അതാണ് ഇതിന്റെ ഒരു വൈചിത്ര്യം അല്ലേ? അപ്പൊ ഈ മലയാളീസ് ശരിക്കും സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ വരുന്നത്. അതെ. അപ്പൊ എന്നിട്ട് വേറെ എന്താ അർത്ഥമല്ലേ? അപ്പൊ അവർ വരുമ്പോഴത്തേക്ക് ഇത് അവസ്ഥ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എനിക്കൊരു 7 പേരുണ്ടായിരുന്നു. ആ ആൾക്കാരാണ് എന്നെ രക്ഷിച്ചത്. എന്റേതായ രീതി അല്ല ഇവരോടൊക്കെ പറയോ? അവരോട് പറയും. ഞാൻ ഓൾറെഡി അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പോൾ പൈസ വാങ്ങിച്ച് നമ്മൾ റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് ആവശ്യപ്പെടുന്ന ഡ്രസ്സ് ഊരാനൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനൊരു താല്പര്യമില്ല. പക്ഷെ ഞാൻ ആദ്യം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു 7 മനുഷ്യർ മാത്രമേ ഉള്ളായിരുന്നു. അത് കേട്ടിരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത അവിടുന്ന് രക്ഷപ്പെടുത്തി എന്നെ മാറ്റിയത്. ബാക്കി വന്നവരെല്ലാവരും എന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി വെച്ച് തരാം. അതായത് മലയാളികളായ പ്രവാസികള് ഈ പെണ്ണിനെ മറ്റേത് ചെയ്യാൻ പോയപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അത് കേൾക്കാതെ ആ വൃത്തികെട്ട നായ്ക്കളും ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നല്ലേ പറയുന്നത്. വളരെ വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ബാക്കി കൂടി കേൾക്കാം. ഇതിന്റെ അവസാനം ഇതിന്റെ പിന്നിൽ ആരെന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, ബാക്കി കൂടി കേൾക്കാം. അവർക്ക് യാതൊരു കാരണമില്ല. കാര്യം ആ സമയത്ത് എനിക്ക് എന്റെ ജീവൻ നിലർത്തുക എന്നുള്ളതല്ലാതെ അതിന് തയ്യാറായി കൊടുക്കാൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ എന്റെ മുന്നിൽ ഇല്ലായിരുന്നു. കാര്യം എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോളും ഒരു മോനും ഉണ്ട്. എനിക്കൊരു കുടുംബമുണ്ട്, ഞങ്ങൾ ട്വിൻസ്. എന്നെ പോലെ ഒരാളും കൂടെ ഉണ്ട്. പിന്നെ ചേച്ചിയുണ്ട്, അച്ഛനമ്മ, അവരെയൊക്കെ നോക്കുന്നത് ഞാൻ. ഒരു സമയം വരെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വരെ അവരെ നോക്കും. ഞാൻ നല്ല രീതിയിൽ ഞാൻ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതെല്ലാം നാട്ടിൽ തിരിച്ചു പോയി എനിക്കത് അറിയിക്കണം. എന്നെപ്പോലെ ഒരുപാട് പിള്ളേർ അവിടെ നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് രക്ഷിക്കുമെന്നും പറഞ്ഞ് ഓരോരുത്തർ പറയുമ്പോൾ എന്ത് ചെയ്യണം. കൂടുതൽ മലയാളീസ് അതിനകത്ത് അറിഞ്ഞു വരുന്ന ആൾക്കുണ്ട്. അത് നമ്മുടെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അവർക്കൊന്നും ഒരു കുറ്റബോധം ഇല്ല. അവിടെ മകനാണോ വരുന്നത് അല്ലെങ്കിൽ എന്തോ ആങ്ങളാണോ ഒന്നും നോക്കാതെ അവർക്ക് എല്ലാം ഈസി ആയിരുന്നു. എല്ലാവർക്കും പലരും അബുദാബിയിലും പലയിടത്തും എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻജോയ് ചെയ്യുന്നവരും ഉണ്ട് അവിടെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം പൈസ തരുമോ? അവിടെ ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് ഇവർ പോസ്റ്റൊക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നമ്പർ വാങ്ങിച്ച് ഇവർ സേവ് ചെയ്തിടും. എന്നിട്ട് പോസ്റ്റ് ഒക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മല്ലു കമ്മിങ് എന്നൊക്കെ പറഞ്ഞിടും. അപ്പോഴത്തേക്ക് പുതിയ ആളുകൾ പെണ്ണുങ്ങൾ വന്നും പറഞ്ഞ് കുറെ ആൺപിള്ളേർ ഇങ്ങനെ വരും. ടിപ്പൊന്നും അല്ല, ടിപ്പായിട്ടൊന്നും തരത്തൊന്നുമില്ല. ഇവർ അതിന്റെ അവിടെ നിർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ ഗേറ്റ്മാൻമാരായിട്ടൊക്കെ പെടും. പക്ഷെ അവരും ഇതിനകത്ത് നിരപരാധികളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അകത്ത് എന്താ നടക്കുന്നതെന്ന്. അവരും ഇപ്പം നമ്മളെ പോലെ ഓരോരോ വീടിന്റെ കഷ്ടപ്പാടുകൊണ്ട് വരുന്നതാണ്. അവർ ആ നിൽക്കുന്ന ഗേറ്റ്മാൻമാരാണെങ്കിലും പറയുന്നില്ല നിങ്ങൾ അകത്തുകൾ ഇന്നത് ചെയ്യുമെന്ന് പറയുന്നില്ല. നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി നിൽക്കുന്നവരാണ്. പക്ഷെ ഇതിന്റെ മെയിൻ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് എടുത്തിടുക, അതിനകത്ത് 2 ജോലിക്കാരെ നിർത്തുക, അതിനകത്ത് ഇങ്ങനെ സെക്സ് വർക്ക് എടുക്കാൻ വേണ്ടി പെമ്പിള്ളേരെ കൊണ്ടുവരിക, എന്നിട്ട് അതിന്റെ ഓണറുകൾ പ്രത്യേകം മാറി താമസിക്കുക. അതാണ് അവർ ചെയ്യുന്നത്. വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഓണർമാർ വരുന്നത്. എന്താ അല്ലേ, ബാക്കി വെച്ച് തരാം. ആ ഓണർമാരോട് ഒരു കാര്യം പറയാം. നാണമുണ്ടോടോ? നിന്റെ കുടുംബത്തിന് നീ അയച്ചു കൊടുക്കുന്ന പൈസ ഈ പൈസയാണ്. അത് എങ്ങനെയാണ് നിന്റെ തൊണ്ടയിലൂടെ പോകുന്നത്? നിന്റെ മക്കൾ നൊന്നാവോ? MDMA കേസിലും അല്ലാതെ ഒളിച്ചോടുന്ന കേസിലൊക്കെ പെടുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട നായ്ക്കളുടെ മക്കളാണ്. ഓക്കെ, നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. അത് ഈ പെൺകുട്ടി പറയുന്നത് മൊത്തത്തിൽ കേൾക്കാം. അതിനകത്ത് ആ നിൽക്കുന്ന അത്രയും ആൾക്കാർ നിരപരാധികളാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നാളെ അവർ ചിന്തിക്കുമ്പോഴും നാളെ ഇതിനകത്ത് ഞങ്ങളും കുടുങ്ങിപ്പോകുന്ന പേടി കൊണ്ടാണ് അവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. രഞ്ജി അവിടെ ചെല്ലുമ്പോൾ എത്ര സ്ത്രീകൾ പെട്ട് കിടക്കുന്നുണ്ട്? എന്നെ അവർ അബുദാബി കൊണ്ടുപോയിട്ടുണ്ട്, അതേപോലെ അജ്മാൻ, പിന്നെ ദേറ. അജ്മാൻ തന്നെ 2-3 സ്ഥലങ്ങൾ കൊണ്ടുപോകും. അവിടെ ഇഷ്ടംപോലെ മലയാളി പെമ്പിള്ളേർ, ഹരിപ്പാട് വരെയുള്ള കുറേ പെമ്പിള്ളേർ, എനിക്കറിയാവുന്ന ആൾക്കാർ വരെ ഇഷ്ടംപോലെ. എനിക്ക് കണ്ടാലും അറിയാം. എനിക്ക് അവരെക്കുറിച്ച് പറയുന്നത് യാതൊരു മടിയില്ല. ഇപ്പം ഞാനത് പറയുക തന്നെ ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അവരോട് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അതിന് മുന്നേ അവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു. പക്ഷെ അവരൊക്കെ അതൊരു മാതിരി നല്ല ജോലി എന്ന രീതിയിൽ എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അവരാരും രക്ഷിക്കത്തില്ല നമ്മളെ. അവർക്കൊക്കെ പൈസ മതി. പൈസയുടെ അതിനകത്ത് എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യം നല്ല രീതിയിൽ അവർക്ക് അറിയാം. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ തന്നെ ഉണ്ടാക്കും. ഞങ്ങളുടെ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ, എനിക്ക് അറിയാവുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പരിചയം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ ചേച്ചി ഫ്ലിപ്കാർട്ടിൽ അറിയുന്നില്ല. ആ ചേട്ടനൊക്കെയാണ് എന്നോട്. പിന്നെ അവരൊക്കെ അങ്ങനെ എന്നെ അറിയുന്ന അങ്ങനെയാണ്. ചേച്ചി ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ സാധനം വാങ്ങുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ അങ്ങനെ അവിടെ വന്നപ്പോഴും ചോദിച്ചു
അനിയത്തിയല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ ആണ്, എന്നെ എങ്ങനെ അറിയാം. അപ്പോൾ ആ പുള്ളി ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ കണ്ടു, പക്ഷേ ആ പുള്ളി മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ വന്നിട്ടുണ്ട്, മോളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് അറിയാനൊക്കെ തുടങ്ങിയത്. പിന്നെ അല്ലാണ്ട് അവിടെ രക്ഷകനായിട്ട് വന്നല്ലേ കുറച്ച് ആൾക്കാരും അതുമല്ല അവിടെ നിന്ന് ഞാൻ അജ്മാനിലെ ഒരു ഫ്ലാറ്റിൽ പെട്ടുപോയപ്പം അവിടെ നിന്നൊരു ഗൈഡ്മാൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൊക്കെ ഉൾപ്പെട്ടായിരുന്നു എന്നെ അവിടുന്ന് മാറ്റുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. എത്ര നാള് നിന്നായിരുന്നു ഗൾഫിൽ? അവിടെ ഞാൻ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു 3-4 മാസത്തോളം എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ സേഫ് ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടും എന്നെ മനഃപൂർവ്വം അറിഞ്ഞ് വീണ്ടും അതിലോട്ട് നല്ല ജോലിയെന്നും പറഞ്ഞ് ഇവിടുന്ന് ഒമാനിലോട്ട് വിളിച്ചിട്ട് അത് നമ്മുടെ ഈ ഹോസ്റ്റലിൽ വാർഡൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് അവിടെ ചെന്നപ്പോഴും അതല്ല. അവിടെ ഒമാനിലും ഈ പറയുന്ന ഓരോരോ രാജ്യങ്ങളിലും ഉണ്ട്. ഒമാൻ, ദുബായ്, അങ്ങനെയുള്ള പല പല കൺട്രികളിലും ഇങ്ങനെ നടത്തുന്നുണ്ട്. മനസ്സിന് ഇഷ്ടപ്പെടാത്ത ജോലിയാണല്ലോ ചെയ്യുന്നത്. എങ്ങനെ അത് കീഴ്പ്പെട്ട് കൊടുക്കുന്നു? ഇവർ നിർബന്ധിക്കും, എന്താണ് ചെയ്യുന്നത്? നിർബന്ധിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടൊന്നും അല്ലല്ലോ ഇവർ ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ പാസ്പോർട്ട് എല്ലാം വാങ്ങിച്ചിട്ട് ഇവർ നമ്മളെ നിന്ന് അവിടെ കൊണ്ടുപോയിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ വിസിറ്റിൻ്റെയും ടിക്കറ്റിൻ്റെ പൈസ നിങ്ങൾ തരണം, അത് ജോലി തരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പോലീസ് അങ്ങനെ ചെയ്യും, ദുബായ് പോലീസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പേടിപ്പിച്ച് നിർത്തിയേക്കും. ഓക്കെ, ബാക്കി വെച്ച് തരാം. എന്താ നമ്മൾ കേൾക്കുന്നതല്ലേ? പൊന്നുപ്രേക്ഷകരെ കുറച്ച് വെയിറ്റ് ചെയ്തോളൂ. ഈ വീഡിയോ ഈ പെൺകുട്ടി പറഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. അപ്പൊ നമ്മൾക്ക് ഈ ദുബായ് പോലീസിനെ കുറിച്ച് അറിവെന്നൊക്കെ വെച്ചാൽ നമ്മളിങ്ങനെ ഫോൺ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ വാർത്തകൾ കണ്ട് അപ്പോൾ ആ ഒരു ബഹുമാനം കൊണ്ട് നമ്മൾ ചോദിക്കും അവരൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അതെനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എൻ്റെ വിസിറ്റ് തീർന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ അലൈൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. എൻ്റെ വിസിറ്റ് തീർന്നു. അങ്ങനെ അവിടെ എന്നെ ഒരു 10 ദിവസം പോലും തികച്ചെടുത്തില്ല. അവരെനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1900 ദിർഹംസ് അടിച്ച് എൻ്റെ വിസിറ്റിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ട് എന്നെ അവിടുന്ന് നിസ്സാരം പോലും ഇറക്കി വിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ പോലീസുകാരൊന്നും യാതൊരു ക്രൂരന്മാരല്ല. അവരെല്ലാം ന്യായത്തിന്റെ പുറത്ത് നിൽക്കുന്ന, അവരെയും പറഞ്ഞു പറ്റിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഈ മാതിരിയുള്ള അഹങ്കാരങ്ങൾ കാണിക്കുന്നത്. വില്ലന്മാരായിട്ട് വന്നത് മുഴുവൻ മലയാളികളാണ്. അതെ, മലയാളീസിന് യാതൊരു കാര്യമില്ല. ആദ്യമൊക്കെ ഇവർ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഓരോരോ ഇത് കാണുമല്ലോ, അപ്പോൾ സമയം എടുക്കാം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും ഒരു പെണ്ണ് ഇങ്ങനെ പെട്ട് കിടക്കുമ്പോഴത്തേക്ക് ഇത്രയും സമയം എന്തായാലും വേണ്ടി വരത്തില്ല, അതും മാസങ്ങളോളം വേണ്ടി വരത്തില്ല. അപ്പോൾ അതൊക്കെ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാനിവരൊക്കെ വിശ്വസിച്ച് പോയി. നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരല്ലേ, ആ ഒരു മൈൻഡിലാണ് നമ്മൾ അവര് ഇന്നലെ നാളെങ്കിലും ഒന്നര എന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു ഇത് ഇരുന്നത്. ഇങ്ങനെ പെട്ടുപോയാൽ സാധാരണ ആരും ക്യാമറയ്ക്ക് പറയുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുഖം പോലും മറക്കണ്ട എന്ന് പറയുന്നു. അത് പറയാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചൊരു പെണ്ണല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കുഞ്ഞിലേ മുതൽ എൻ്റെ വീട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് ജീവിച്ച് ഞാൻ നല്ല അന്തസ്സുള്ള ഒരു ജോലി, ഇൻഡസ്ഇൻഡ് ബാങ്കിലെ മൈക്രോ ഫിനാൻസ് നല്ലൊരു ജോലി ഞാൻ ജീവിച്ചൊരു പെൺകുട്ടിയാണ്. 1.5 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തത്. ആ വർക്കിൻ്റെ സമയത്ത് ഞാൻ അവിടുന്ന് STM ഇറങ്ങുന്ന സമയത്ത് എന്നെ സാറന്മാർ നേരിട്ട് ചോദിച്ചു മേഡം ഇറങ്ങണോ എന്നൊരു വാക്ക് വെച്ച് അപ്പോഴും അനിയത്തെ കല്യാണം കഴിപ്പിക്കണം, വീട് നല്ല രീതിയിൽ പുതുക്കി പണിയണം, ആ ഒരു ആഗ്രഹമാണ് കയറിയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ തെറ്റുകാരിയായിട്ടാണ് തിരിച്ച് നാട്ടിൽ വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു നിയമവും പോലീസുകാരും പോലും എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അവർക്കൊരു വാർത്ത കിട്ടി, ആ സമയത്ത് അവർക്ക് കൊണ്ടുനടക്കാൻ വേണ്ടിയുള്ള ഒരു ഹൈലൈറ്റ് അത്രയുള്ള അവർ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഒരു മോളുണ്ട്, എനിക്ക് ആ നാളെ അത് അവിടെ ഭാവിയെ ബാധിക്കുന്നതാണ്. അപ്പം ഞാൻ മറിഞ്ഞിരുന്നിട്ട് ഞാൻ ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ട്, അത് അന്വേഷിക്കണമായിരുന്നു, ആ പോകണമായിരുന്നു. അപ്പം ആ തെറ്റ് മനസ്സിലാക്കി അത് പുറലോകം അറിയിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമല്ല എന്നെപ്പോലെ ഒരുപാട് പെൺപിള്ളേർ അവിടെ ഇപ്പോഴും പെട്ടുകിടപ്പുണ്ട്, ഈ സമയത്തും പെട്ടുകിടപ്പുണ്ട്. ഓക്കെ, ബാക്കി വെച്ച് തരാം. അതായത് ഈ പെൺകുട്ടി പറയുന്നത് എന്ത് ജോലിയെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല, ആ വൃത്തികെട്ട നായ്ക്കൾ പറയുന്നത് ഞാൻ വിശ്വസിച്ച് പോയി എന്നാണ്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഈ ഒരു വാർത്ത പ്രസന്റ് ചെയ്യുമ്പോൾ കരള് കത്തുകയാണ് പൊന്നുപ്രേക്ഷകരെ. ഞാൻ കൊടുക്കുന്നുണ്ട്, നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പെൺകുട്ടി പറയുന്നത് ഒന്ന് കേട്ടു തീർക്കാം. ഓക്കെ, അതും ഒന്നും അറിയാതെ പോയി ഇപ്പോഴും കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്, അതും ഈ അച്ഛനും അമ്മമാരെയും കൂടെ തെറ്റുകൊണ്ട് കാരണം മക്കൾ എവിടെയെങ്കിലും എവിടെയൊക്കെ പോകുന്നുള്ള കാര്യം ആരും അന്വേഷിക്കുന്നില്ല. അത് മാത്രമല്ല അവിടെ വരുന്ന ഓരോ ആൺപിള്ളേരും പെൺപിള്ളേരെ കൊടുക്കാൻ വേണ്ടി വരുന്നതല്ല, അവർക്കും കുടുംബമുള്ളതല്ലേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെ എന്ന് പറഞ്ഞായിരിക്കും അവർ 100-200 കൊടുത്ത് അവിടെ വരുന്നത്. അതിനകത്ത് ആരും എല്ലാവരും ഒരു പെണ്ണ് സ്നേഹത്ത് കൊടുക്കുന്നില്ല. അതെനിക്ക് അവിടെ വന്നുള്ള അനുഭവം മാത്രമാണ്. അപ്പോൾ അവർക്കൂടെ അതും ലാസ്റ്റ് വരുന്ന ആണുങ്ങളുടെ മണ്ടക്കാണ് വരുന്നത്. ആണുങ്ങൾ കാരണമാണ്, എല്ലാവരും മൊത്തം സ്ത്രീ സമൂഹത്തെ മാത്രമേ പൊക്കി അറിയത്തുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ ആൺപിള്ളേർ കാരണമാണ് എല്ലാ പെണ്ണും രക്ഷപ്പെട്ട് പോകുന്നത്. ആണുങ്ങളുടെ ഇത് കഴിവുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ രക്ഷപ്പെട്ടത്, അല്ലാതെ ഒരു പെണ്ണിനെ കഴിവുകൊണ്ടിട്ടില്ല. ഈ രക്ഷിച്ച ആൾക്കാർ എന്നെ ഉപയോഗിച്ചിട്ടില്ല. ആണുങ്ങളായിട്ട് ഏറ്റവും കൂടുതലും പെണ്ണുങ്ങളാണ് ഇതിനകത്ത് അതിൻ്റെ മെയിനായിട്ട് ആൾക്കാർ നിൽക്കുന്നത്. ആലപ്പുഴയും എല്ലാ ജില്ലകളിൽ നിന്നും ഓരോരോ ആൾക്കാരുണ്ട്.
അപ്പൊ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പെട്ട് കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഇപ്പോഴും അപ്പൊ അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം മുഖം പോലും മറക്കണ്ട എന്ന് പറഞ്ഞു വന്നായിരുന്നു അല്ലേ? മുഖം മറക്കണോ? വേണ്ട വേണ്ട, എനിക്ക് മുഖം മറിക്കണ്ട, മുഖം മറക്കണ്ട. ഒരാവശ്യമില്ല. നാളെ പരാതിയായിട്ട് വരുമോ? എന്തിന് ഇല്ല, ഞാനിപ്പോ നാളെ ഇത് കണ്ട് ഒരുപാട് ആൾക്കാർ നമ്പർ തപ്പിയൊക്കെ എടുത്ത് വിളിച്ചാൽ ഞാൻ കൊടുക്കുന്ന മറുപടി ഞാൻ കൊടുക്കും. കാര്യം പുറം ലോകം അറിയണമെന്നുള്ളത് എൻ്റെയും കൂടെ ആവശ്യമാണ്. എൻ്റെ എനിക്ക് ഒരു മോളൊരു മോനുണ്ട്, അവർ നാളെ വളർന്നവരുമാണ്. നാളെ അവർക്കൊരു അവസ്ഥ എന്ന് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും. ഞാൻ അന്ന് അത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു അവസ്ഥ വരത്തില്ലല്ലോ. അപ്പം എന്നെപ്പോലെ ഞാൻ വളർത്തുന്ന പോലെ ഒരുപാട് അച്ഛനമ്മമാർ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരു നിസ്സാര സമയം കൊണ്ട് അവരെല്ലാം കളഞ്ഞത്. ഞാനിപ്പോ ഇവിടെ കല്യാൺ സിൽക്സ് ജോലിക്ക് കയറിയായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് നാൾ കൊണ്ട് അറിയട്ടെ, കുഴപ്പമില്ല. ഞാനിപ്പോ എവിടെ ഒരു ജോലിക്ക് ചെന്നാലും ഞാൻ എന്റെ പാസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറുള്ളൂ. കാരണം എന്നെ കുറിച്ച് ഒരാള് മറ്റുള്ളവരോട് പറഞ്ഞറിഞ്ഞു ഇതിനെക്കാട്ടി നല്ലത് ഞാൻ പറഞ്ഞറിയാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗൾഫിൽ എന്താ നടക്കുന്ന ആർക്കും അറിയത്തില്ല. അറിയാത്തതല്ല, അല്ല അറിഞ്ഞിട്ട് ആരും അറിയാത്ത നടക്കുന്നതാണ്. അല്ല, ഇങ്ങനെ ധൈര്യപൂർവ്വം വന്നേക്കുന്നത് ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പലരും മൂടി വെക്കും. പക്ഷെ ധൈര്യപൂർവ്വം പറയുന്നു അല്ലേ? അത് നാളെ സമയത്ത് തെറ്റാൻ തോന്നിയാലോ? ഒരിക്കലും തോന്നത്തില്ല. കാരണം ഞാൻ അറിഞ്ഞുപോയി ചെയ്ത തെറ്റല്ല ഇത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ഒരു കാര്യം പറയുകയാണ്, ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നൊന്ന് അന്വേഷിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു തുക, ഒരു വീടും ഇവർക്ക്, അതായത് ഇനി ജോലി എടുക്കാതെ എന്തെങ്കിലും ഒരു സംവിധാനം മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കണം. കാരണം ചതിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീക്ക് നീതി എന്തായാലും കൊടുക്കണം. നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. ഇതൊക്കെ തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിന് മുന്നിലായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം ഓരോ ദിവസം ഞാൻ അവിടെ കരയുമായിരുന്നു. അത് എന്ത് ചെയ്യണം? ഒരു ദിവസം എത്ര കസ്റ്റമേഴ്സ് വരും? 10-23 ആൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഞാൻ അവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എടുത്തിട്ടുണ്ട്. 23 കസ്റ്റമർ വരെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ പിഴിഞ്ഞെടുക്കുവരല്ലേ? ഒരു ദാക്ഷിണ്യമില്ല. ഇതിപ്പോൾ ഞാൻ പുറത്ത് പറയുമ്പോൾ പല ആൾക്കും പല രീതി കമന്റ് ഇടും. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. സത്യം എന്താണ്, ഞാൻ എന്താണ് അനുഭവിച്ചുള്ള എനിക്ക് ബോധമുള്ള കാര്യം. മറ്റുള്ളവർ പറയുന്ന ഒരു വാക്കുകളും എന്നെ എൻ്റെ കുടുംബത്തെ കേൾക്കത്തില്ല. ഇപ്പം ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്. എനിക്ക് അതിന് ഒരുപാട് പമ്പാണ്. ഈ പറഞ്ഞ താരെന്ന് പറയുന്ന ആ കുട്ടിയും ചേട്ടാ അവരൊന്നും മനഃപൂർവ്വം പോയി പെട്ടേയില്ല. കുടുംബത്തിന്റെ പശ്ചാത്തലം കൊണ്ട് മാത്രം ആ കുട്ടിയും പോകുന്നതാണ്. അവരുടെ കുടുംബ സാഹചര്യം, അവൾക്കൊരു കുട്ടിയുണ്ട്, അതൊക്കെ ആലോചിച്ചാണ് അവളും പോയേക്കുന്നത്. പക്ഷെ അത് അവൾക്കും അവിടുന്ന് മാറണമെന്നുണ്ടാലും ഞാൻ അവിടെ ചെന്ന് അവളോട് നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവളെ ഇത് പറഞ്ഞെല്ലാം പേടിപ്പിച്ച് നിർത്തിയേക്കുന്നതുകൊണ്ട് അവൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോലും താരയുടെ പേര് പോകേണ്ട ഒരു കേസ് പോലും കൊടുക്കാൻ. കാര്യം അവൾ എന്താണെന്നുള്ള കാര്യം എനിക്കറിയാം. കുറച്ച് നാൾ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം നാട്ടിൽ സമയത്താണെങ്കിലും അവളെ എനിക്കറിയാമായിരുന്നു. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ അവളുടെ എതിരെ പോയി യാതൊരു കേസും കൊടുക്കാഞ്ഞത്. ശരിക്കും പറഞ്ഞാലേ ഒരു പെൺകുട്ടി ധൈര്യപൂർവ്വം പറയുകയാണ്. നാലോചന ചങ്ക് പൊട്ടുന്ന വേദനയോടാണ് ആ പെൺകുട്ടി പറയുന്നത്. കൊച്ചാ അറിയാലോ, നമ്മുടെയൊക്കെ സഹോദരിയാണ്. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, എൻ്റെ ചരിത്രത്തിൽ ഇത്രയും സങ്കടപ്പെട്ടൊരു വാർത്ത ഞാൻ ആദ്യമായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ആർക്കും ഇങ്ങനൊരു ഗതി വരരുത്. ഇപ്പോഴും ഈ ഒരു പൊന്നു സ്ത്രീ ജോലി എടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, വല്ലാത്ത അവസ്ഥ തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ കാണുന്നത് ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം പൊന്നു പ്രേക്ഷകർ. ഇത് നല്ല രീതിക്ക് വൈറലാവണം. നല്ല രീതിക്ക് വൈറലായാലേ ഈ സ്ത്രീക്ക് നീതി കിട്ടും. ഓക്കെ, സർക്കാർ ഇടപെടും. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ സ്ത്രീ പറയുന്ന ഏറ്റവും അവസാന ഭാഗം കേട്ടിട്ട് ദുബായിൽ ആരാണ് ഇത്തരത്തിൽ വൃത്തികേട് ചെയ്യുന്നത് അവർക്കുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, ആ സഹോദരിയാണ് ചില കാട്ടാളന്മാർ ഈ പിഴിഞ്ഞെടുത്തതെന്ന് പറയും. പച്ചമലത്തെ അതാണ് പറയുന്നത്. 23 കസ്റ്റമേഴ്സൊക്കെ ഒരു സമയത്ത് വരുമെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി സഹിക്കുന്ന അപ്പുറമാണ്, കണ്ണ് നിറഞ്ഞ പാവത്തിൻ്റെ. എന്തായാലും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ, അവർക്ക് വേണ്ടിയാണ് ഈ യുവതി സംസാരിക്കുന്നത്. ജീവിക്കാൻ മാർഗമില്ലാതെ ആ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കണ്ണ് തുറക്കേണ്ട സംഭവമാണ്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞ് ഈ പാവത്തിനെ കൊണ്ട് അവിടെ സെക്സൽ ആക്ടിവിറ്റി അല്ലേ? അങ്ങനെ ഒരുപാട് പല ജോലി പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും ഒരുപാട് പെൺകുട്ടികൾ പ്രതിനിധിയായിട്ട് ധൈര്യപൂർവ്വം പറഞ്ഞ അവിടെ ചെന്നിട്ട് നമ്മൾക്ക് എംബ്രോയിഡറി അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യിക്കുമ്പോൾ ജോലിയില്ല. ഞാൻ ഇതുവരെ എംബ്രോയിഡറി അടിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാമത് തന്നെ കൊണ്ടുപോയി വെച്ചാൽ ഫോർച്യൂൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പറഞ്ഞ് അവിടെ മറ്റേ ബ്യൂട്ടീഷ്യൻ്റെ എന്തോ ആണ്. അപ്പം ഞാൻ പറഞ്ഞ സാർ ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, അതവിടെ സീനിയേഴ്സ് ഉണ്ട്, അവർ പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇത് ഹോട്ടലായതുകൊണ്ട് 15 ദിവസത്തിൽ കൂടുതൽ വിസിറ്റിംഗ് വിസ നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വിസ അടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വിസയുടെ സ്റ്റാറ്റസ് ചെയ്ത് നമുക്കൊരു പേപ്പർ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഹെയറിൻ്റെ എന്തോ ഇതായിട്ട് വന്നേക്കാം. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത്
നല്ല രീതിയിൽ പോകുന്നതല്ല. അങ്ങനെ ഞാനത് ക്യാൻസൽ ചെയ്ത് ഞാൻ എനിക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഇനി ഒരിക്കലും ഗൾഫിൽ പോകത്തില്ല അല്ലേ? ഞാൻ പോകത്തില്ലെന്നല്ല, എനിക്ക് പോകണം. കാര്യം എനിക്ക് നല്ലൊരു ജോലി നോക്കി. ഞാൻ ഗൾഫും വെറുത്ത് പേടിയായിപ്പോ അല്ലേ? ഒരിക്കലും ഞാൻ വെറുത്തല്ല. അവിടുത്തെ പോലീസുകാർ, അവിടുത്തെ ആ നിയമം, അല്ലെ പറയുന്നത് ഈ പേടി മനസ്സിൽ എനിക്ക് കിടക്കുമല്ലേ? മലയാളികളെയാണ് അവിടുത്തെ പേടി. എനിക്ക് അവിടുത്തെ പോലീസുകാർ കാര്യം അവർ കാണിച്ച മര്യാദയാണ് ഞാൻ ഇന്ന് എന്റെ ജീവനോട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിവൃത്തികെട്ടാ ഇനിയും വീണ്ടും പോകും. പക്ഷെ ഇനി അന്വേഷിച്ചു വീണ്ടും പോകുന്ന പെട്ടാലോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഞാൻ ചതിയിൽപ്പെട്ടാലോ? ഒരിക്കലും പെടത്തില്ല. കാര്യം ഒരു അനുഭവം ഒരാൾക്ക് വരുമ്പോഴത്തേക്ക് പിന്നീട് ആ ഒരു അനുഭവത്തോട് വീണ്ടും പോയി പെടാനല്ല നോക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെ നമ്മൾ കരകയറാൻ പറ്റുമെന്നാണ് നോക്കത്തുള്ളൂ. ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ പോയി പെടേണ്ട ഒരു പെണ്ണല്ലായിരുന്നു. പക്ഷേ ആ ജീവിത സാഹചര്യത്തിൽ എനിക്ക് എന്നെ ഒന്ന് താങ്ങാൻ നിർത്താനും അല്ലെങ്കിൽ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും ഇല്ലാതായിപ്പോയി. ആ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു സമയത്ത് ആരും കൊണ്ടാണെങ്കിൽ അവിടെ വെച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കിയത്. സഹോദരിക്ക് വലിയൊരു ക്ഷയിക്കാൻ കാരണം. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, രമേശ് ചെന്നിത്തലയോട് ഒരു കാര്യം പറയാം. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇവരെ വിളിപ്പിച്ചിട്ട് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് ഇവരോട് ക്ലിയറായി കൃത്യമായിട്ട് ചോദിച്ചിട്ട് അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഈ പെൺകുട്ടിക്ക് നീതി മേടിച്ച് കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് വേണം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. എൻ്റെ സഹ യൂട്യൂബേഴ്സിനോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഇതെടുത്ത് റിയാക്ട് ചെയ്യണം. അന്നെങ്കിലേ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടും. ഓക്കെ, നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണം. ഈ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടി അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഏതെങ്കിലും വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയോട് എങ്ങനെ സംസാരിക്കാമെന്ന് ഈ പെൺകുട്ടിയോട് ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് വിടരുത്. ഇതിന്റെ പിന്നിൽ ആര് കളിച്ചാലും അവർ ശിക്ഷിക്കപ്പെടണം. പിന്നെ ഈ പെൺകുട്ടിക്ക് ഒരു വീട്, നല്ലൊരു ജോലി എന്തായാലും സർക്കാർ കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ദുബായിലെ ആ വൃത്തികെട്ട നായ്ക്കൾക്ക് 2 മറുപടി കൊടുത്തിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പൊന്നു പ്രേക്ഷകരെ. ചില വൃത്തികെട്ടവന്മാർ ഫ്രീ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെപ്പോലുള്ള പയ്യന്മാരെ ദുബായിലേക്ക് വിളിക്കുക. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ആ കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് ഞാൻ +2 കഴിഞ്ഞിട്ട് എൻ്റെ 18, എനിക്കിപ്പോൾ 24 വയസ്സായി. ഒരു 18-19 വയസ്സായ സമയത്ത് ഞാൻ സൗദി അറേബ്യക്ക് പോയിട്ട് 3.5 വർഷം പണിയെടുത്ത് ഒരു കമ്പനി, ആ കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, അവർ ഫ്രീ ആയിട്ട് വിസ കൊടുക്കും. ഓക്കെ, എന്നിട്ട് നാട്ടിൽ പറയുന്നത് ഒരു പണിയുമില്ല, മിണ്ടാ നിൽക്കുന്ന പണിയാണ്, പാർസലാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയും. അവിടെ കൊണ്ടുപോയതിന് ശേഷം, എൻ്റെ കമ്പനിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, വേറെ കമ്പനിയുടെ കാര്യമാണ്. അവിടെ കൊണ്ടുപോയതിന് ശേഷം ഒരു പെറ്റുമ്മ എടുക്കാത്ത പണിയാണ് കൊടുക്കുന്നത്. മറ്റേ ക്ലീനിങ്, മറിച്ച ക്ലീനിങ്. പിന്നെ 2 വർഷം നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വിസ അടിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയാണ്. നാട്ടിലേക്ക് പോകണമെങ്കിൽ 3 ലക്ഷം ഇന്ത്യൻ രൂപ നമ്മൾ തിരിച്ചു കൊടുക്കണം. എവിടെ നിന്നാണ് കൊടുക്കുന്നത്? അങ്ങനെ എത്രയോ പ്രവാസികൾ പെട്ടുപോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവന്മാരെയും പിന്നീട് ഈ പെൺകുട്ടി പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ, അതായത് നല്ല ഡ്രസ്സിന്റെ ഷോപ്പിൽ പണി അല്ലെങ്കിൽ ചെറിയ ക്ലീനിങ്ങിന്റെ പണി എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് മറ്റേ പണി എടുപ്പിക്കുകയാണ്. പൊന്നാര സർക്കാരിനോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, ഇത്തരക്കാരെ നമ്മൾ കൊണ്ടുവരണം. തിരിച്ചു ഈ പെൺകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യം അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വൃത്തികെട്ട നായ്ക്കളോട് പറയാം, നിങ്ങൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ തൊണ്ടയിലൂടെ പോകുന്നത്? വളരെ കഷ്ടം. എൻ്റെ പൊന്നു മനുഷ്യന്മാർ, നമ്മൾ കൂടിപ്പോയാൽ 10, 60, 70, 80 വയസ്സ് വരെ ജീവിക്കും. അതിനപ്പുറം നമ്മൾ ജീവിക്കോ? എന്തിനാണ് ഇങ്ങനെയുള്ള പൈസ? അന്തസ്സായിട്ട് പണിയെടുക്കണ്ടേ? ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ പൊന്നുമോൾക്ക് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.